സ്റ്റേഷൻ പെർമിറ്റ് എടുത്ത് ഓടുന്ന ഓട്ടോ ഡ്രൈവർമാർ വഴിയരികിൽ നിന്നും യാത്രക്കാരെ കയറ്റാൻ യൂബർ ടാക്സികളെ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ്. യൂബർ അറ്റാച്ച് ചെയ്ത് നമ്മുടെ സ്റ്റാൻഡ് പരിസരത്ത് വന്ന് നമ്മളവിടുന്ന് ട്രിപ്പ് എടുക്കുമ്പോൾ നമ്മൾ RT ഓഫീസിൽ ഫൈൻ അടച്ച് പൈസ അടച്ച് പെർമിറ്റ് എടുത്ത് നമ്മൾ സ്റ്റാൻഡിൽ കിടക്കുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ ഭാരമുള്ളത്? അത് തെറ്റായ നടപടിയല്ലത്. അല്ല, അപ്പൊ അവർക്ക് സ്റ്റാൻഡും വേണ്ട ഒന്നും വേണ്ട, യൂബർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തതിന് അവർക്ക് ഓടാം, ഇവിടെ കിടന്ന് ഓടാം. യൂബർ ശരിക്കും പെർമിഷനേ ഇല്ല. അവർ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ചൂഷണം ചെയ്യാൻ കണക്കാക്കി തന്നെയാണ് നമ്മളെ സ്റ്റാൻഡ് പരിസരത്ത്. അല്ല, അപ്പൊ അവർക്കെതിരല്ലേ ഇപ്പൊ RTO 3000 രൂപ നടക്കുന്നത്? അതെ, നിങ്ങൾക്ക് സാധാരണ സ്റ്റാൻഡ് കിടക്കുന്ന ആൾക്കാർക്കില്ലല്ലോ. സ്റ്റാൻഡ് പെർമിറ്റ് ഉണ്ടായിട്ട് പോലും ഞങ്ങളുടെ സ്റ്റാൻഡിന്റെ പരിസരത്ത് നിന്ന് ട്രിപ്പ് എടുക്കുമ്പോൾ അവർക്കെതിരെ ഫൈൻ എടുക്കേണ്ടി വരും. പിന്നെ ഇവിടെ വന്ന് യൂബർ പറഞ്ഞത് അന്യ ജില്ലകളിലുള്ള തൊഴിലാളികളാണ്, ഇവിടുത്തെ ആൾക്കാരൊന്നും അല്ല. ഇവിടുന്ന് മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും പട്ടാമ്പിയിൽ നിന്നും കൊടുങ്ങല്ലൂര് ആ ഭാഗത്തുള്ള നമ്മുടെ അതിനുള്ള ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അല്ല, നിലവിൽ വണ്ടി ഇവിടെ ഉള്ള ആളുടെ അല്ലേ? അല്ല, ഇവരവിടുന്ന് കൊണ്ടുവന്ന വണ്ടിയാണ്. അങ്ങനെയുള്ളവർ ഇവിടെ വണ്ടി പിടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മ എന്തിനാണ് എറണാകുളം ജില്ലയിൽ RTOയിൽ കൊണ്ടുപോയി പെർമിറ്റ് കാശിറക്കുന്നത്? പെർമിറ്റ് ക്യാൻസൽ ചെയ്താൽ പോയി. പെർമിറ്റ് എടുത്തേക്കണത് സ്റ്റാൻഡ് പെർമിറ്റ് എടുത്തേക്കുന്നത് സ്റ്റാൻഡിൽ ഓടാനാണ്. ആ സ്റ്റാൻഡിന്റെ പരിസരത്ത് യൂബറിന്റെ പറവിൽ നമ്മൾ സ്റ്റാൻഡിന് തൊട്ടടുത്തുനിന്ന് ട്രിപ്പ് എടുത്താൽ നമുക്ക് എന്നതിനകത്ത് ഗുണമുള്ളത്. അവർ പറയുന്നത് അവർക്ക് ഓട്ടമില്ല, അതേപോലെ ഞങ്ങൾ പറയണത് ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഓട്ടമില്ല. നമ്മുടെ സ്റ്റാൻഡ് പരിസരത്ത് ഓട്ടോ എടുക്കുമ്പോൾ അവരൊരു ദിവസം ഒരു 1500 2000 രൂപ, നമ്മുടെ സ്റ്റാൻഡിൽ എന്ന് പറഞ്ഞത് 500 രൂപയാണ്. അതിലെന്താണ് അർത്ഥമുള്ളത്? എന്നിട്ട് അവർ പറഞ്ഞു അതിൻ്റെ അകത്തുള്ള 500 രൂപ അവർ യൂബർ കമ്പനിക്കാർക്ക് കമ്മീഷനാണ്. അത് ഈ പറയുന്ന കേരള യാത്രക്കാരോ ഈ ഓടുന്ന തൊഴിലാളികളോ അറിയുന്നില്ല. അവരുടെ കയ്യിൽ നിന്ന് മിനിമം 30 ചാർജ് രൂപയാണെന്നിരിക്കെ യൂബറിന് വരുന്നത് മിനിമം 45. അതെ, 45 രൂപ തന്നെ ചാർജിൽ 15 രൂപ പോണത് യൂബർ കമ്പനിക്കാണ്. ഇതെന്ത് ഈ തൊഴിലാളികൾ മനസ്സിലാക്കാത്ത, കേരള യാത്രക്കാർ മനസ്സിലാക്കാത്ത? തെറ്റിദ്ധരിക്കപ്പെട്ട പല ന്യൂസുകളും പല ചാനലിലും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് യൂബർ തൊഴിലാളികൾ കാണിക്കുന്നത്. നമ്മളുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിനെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരാതികൾ പോയിട്ടുണ്ട് യൂബർ തൊഴിലാളികളുടെ അടിസ്ഥാനത്തിൽ. ഇന്ന് രാവിലെയാണ് ചാനൽ സർവേയിൽ കേട്ടത് യൂബർ തൊഴിലാളികൾ പറയുന്നത് ഉള്ള ഇപ്പോൾ പെർമിറ്റ് എടുത്ത് ഓടുന്ന ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾ ഓട്ടം വിളിച്ചാൽ പോകില്ല, അതുകൊണ്ട് അവർ അന്യായമായ കൂലിയാണ് മേടിക്കുന്നത്, മോശം സ്വഭാവക്കാരാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ യൂബറായിട്ട് ഓടുന്നത്. അപ്പോൾ യൂബറായിട്ട് ഓടുന്ന നിലവിലെ തൊഴിലാളികളെ മോശക്കാരാക്കിക്കൊണ്ടാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്. 1. 2, ഇവർ ഈ ഓടുന്നതിന് നിയമപരമായി യൂബർ ഓടാൻ ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല. ഞങ്ങൾ യൂബറുകാർക്ക് എതിരുമല്ല, നിയമപരമായിട്ട് ഓടിക്കോട്ടെ. ഇത് നിയമപരമായിട്ടല്ല ഇവർ ഓടുന്നത്. നമ്മളെ ഇവിടെ പെർമിറ്റ് എടുത്തുകൊണ്ട് അതായത് അനുവദിക്കപ്പെട്ട സ്റ്റാൻഡുകളിൽ നിന്ന് നമ്മൾ ഓട്ടം പോകുന്നു. അങ്ങനെ ഈ ഓട്ടം പോകുന്ന അവസരത്തിൽ ആ വണ്ടിക്ക് പെർമിറ്റ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. യൂബർ അതിൽ നിന്ന് ഓടുന്ന വണ്ടികൾക്ക് പെർമിറ്റ് നോക്കണില്ല. മറ്റുള്ള ജില്ലയിൽ നിന്നും ഇവിടെ കടന്നു കയറിക്കൊണ്ട് വാടകയ്ക്ക് വന്ന് താമസിച്ച് ആ തൊഴിലാളികളാണ് ഇവിടെ യൂബർ ഓടുന്നത്. ആ വണ്ടിക്ക് ഇൻഷുറൻസ് കിട്ടില്ല, ജില്ല മാറി കിടന്ന് ഓടുന്ന പെർമിറ്റില്ലാതെ കിടന്ന് ഓടുന്നതുകൊണ്ട്. ഈ പെർമിറ്റ് ഇല്ലെങ്കിൽ പിന്നെ ഈ വണ്ടി ഇവിടെ ഓടിക്കാൻ അനുവാദം കൊടുക്കേണ്ട കാര്യം എന്താ? അങ്ങനെയുള്ള അടിസ്ഥാനത്തിലാണ് ഇന്ന് RTO ഉദ്യോഗസ്ഥർ അവരെ പിടിച്ച് ഫൈൻ അടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പെർമിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ഇൻഷുറൻസ് ലംഘനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ. ഇൻഷുറൻസ് ഒരു അപകടം നന്നായി പാസഞ്ചർ മനസ്സിലാക്കണില്ല. ഈ ഓട്ടോസിൽ യൂബർ ഓട്ടോയിൽ പോകുന്ന പാസഞ്ചറിന് അറിയില്ലല്ലോ, അവർ ഓട്ടോ വിളിച്ച് കയറി പോകണല്ലോ. ഒരു അപകടം സംഭവിക്കാതിരിക്കട്ടെ, ആവശ്യമായിട്ട് അപകടം പറ്റിയാൽ ഇൻഷുറൻസ് സംബന്ധമായ യാതൊരു പരിരക്ഷയും അവർക്ക് ലഭിക്കുന്നതല്ല എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ യൂബറുകാർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. വേറൊരു കാര്യം, ഇന്ന് വേറെ യൂബർ തൊഴിലാളി പറയുന്നുണ്ടായി ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തേക്കും ഓട്ടം പോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ യൂബർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് തന്നെ ഒന്നാമത്തെ അസംബന്ധമാണ്. കാരണം എല്ലാ സ്ഥലത്തേക്കും ഓട്ടം പോകാൻ പാടില്ല. നമ്മളെ പെർമിറ്റ് ഉണ്ട്. ഈ പെർമിറ്റിൽ പറഞ്ഞിരിക്കുന്നത് അനുവദീയമായ സ്ഥലം എവിടെയാണോ അവിടെ നിന്നും ജില്ലക്ക് പുറത്ത് 20 കിലോമീറ്റർ വരെ നമുക്ക് ഓട്ടം പോകാമെന്നാണ്. അങ്ങനത്തോടത്ത് അവിടുന്ന് ഇങ്ങോട്ട് ഓട്ടം പോരാൻ പാടില്ല ആളെടുത്തും കൊണ്ട്. അത് ഞങ്ങളായാലും പോയി കഴിഞ്ഞാൽ ഫൈൻ അടക്കേണ്ടി വരും. അങ്ങനത്തോടത്ത് യൂബറുകാർക്ക് ഒരു പ്രത്യേക അനുവാദം RTO കൊടുത്തിട്ടുണ്ടോ? എല്ലാ സ്ഥലത്തേക്കും ഓട്ടം പോകാം, എവിടെ നിന്നും ആളെ എടുക്കാം, എവിടെ നിന്ന് ആളെ കൊണ്ടുപോയി വിടാം എന്നുള്ള അനുവാദം. മീറ്റർ അടിസ്ഥാനം വേണ്ടല്ലോ അല്ലേ? പിന്നെ മീറ്റർ ഒഴിവാക്കി മീറ്റർ പരിശോധന, പെർമിറ്റ്, സ്റ്റാൻഡ് പെർമിറ്റ്. പ്രത്യേകമായിട്ട് നമുക്കൊന്ന് എടുത്തു പറയാനുള്ളത് ഈ പെർമിറ്റ് റിന്യൂവൽ ചെയ്യാതെ ഓടിക്കഴിഞ്ഞാൽ 3000 രൂപ ഫൈൻ. അത് മാത്രമല്ല, റിന്യൂവൽ കാലാവധി ഇരിക്കുന്ന പെർമിറ്റ് തന്നെ നമ്മുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെങ്കിൽ ആ ഡ്യൂപ്ലിക്കേറ്റ് ഫീസ് സർക്കാരിൽ അടക്കണം. എന്നിട്ടാണ് അടുത്ത ഡ്യൂപ്ലിക്കേറ്റ്. യൂബറാർക്ക് ഇതൊന്നും വേണ്ട. യൂബറാർക്ക് ഇതൊന്നും വേണമെങ്കിൽ പിന്നെ ആ ഒരു നിയമം നമുക്കും കൊടുന്നാൽ പോരെ.
അപ്പോൾ അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി യൂബർ തൊഴിലാളികളുടെ പരാതികൾ പരിഗണിക്കുകയാണെങ്കിൽ പെർമിറ്റ് വേണ്ട ഓടാൻ അനുവാദം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ അനുവാദം ഞങ്ങൾക്കും ബാധകമാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് സിറ്റി പെർമിറ്റില്ല, സിറ്റിയിലേക്ക് ഓട്ടം പോകാം, ഹൈവേകളിലേക്ക് ഓട്ടം പോകാം. അപ്പോൾ എല്ലാവർക്കും യൂബറിൽ ഓർഡർ ചെയ്യാം, പരാതികളായിരിക്കും ഉണ്ടാവില്ല. ഗതാഗത വകുപ്പ് മന്ത്രി അവർക്ക് അനുകൂലമായിട്ട് ആ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. അത് തൊഴിലാളി തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂബർ തൊഴിലാളികളെ അടിച്ചേക്കുന്നതാണ്. കാരണം അവർക്കുള്ള ബാധകം നിയമം തന്നെയാണ് ഞങ്ങൾക്കും ഉള്ളത്. അവർ പെർമിറ്റ് ഇല്ലാതെ ഓടണേനാണ് അവർക്ക് 3000 രൂപ ഫൈൻ കൊടുക്കുന്നത്. അത് ഞങ്ങളും പെർമിറ്റ് റിന്യൂവൽ ചെയ്യാതെ അല്ലെങ്കിൽ പെർമിറ്റ് എടുക്കാതെ ഞങ്ങൾ പോയാൽ ഞങ്ങൾക്കും ഈ ഇത് ബാധകമാണ്. ഓട്ടം വിളിച്ചാൽ പോകില്ല എങ്കിൽ അവരെ ശിക്ഷിക്കാൻ യൂബർ തൊഴിലാളികളെല്ലാം നോക്കേണ്ടത്. അതിൻ്റെ പേരിൽ ഓട്ടം പോകാൻ ഇവിടെ നിയമ ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ ഓട്ടം പോകാത്ത വണ്ടിക്കാരുണ്ടെങ്കിൽ അവരുടെ പേരെ കർശന നടപടി എടുക്കാൻ അത് ഞങ്ങൾ ഫുൾ സപ്പോർട്ടും ചെയ്യാറ്. യൂബർ ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ ഡ്രൈവർമാരും വയലേഷൻ തന്നെ ചെയ്യണേ. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കണേ. അപ്പൊ അത് GPS നോക്കിയിട്ടും മൊബൈലിൽ കൂടുതൽ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അപകടങ്ങളാണ് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കണേ. ഈ അപകടങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ യൂബർ വണ്ടി പാസഞ്ചർ അറിയുന്നില്ല ഈ വണ്ടിക്ക് പെർമിറ്റ് ഉള്ളതാണ്. ഒരു അപകടം സംഭവിച്ച് അവർക്കൊരു ജീവൻ എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും കൈകാലുകൾ ഇല്ലാതാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിന് ഇൻഷുറൻസ് പോലും കിട്ടത്തില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെന്താ പറയാനുള്ളത്? നിലവിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂബർ കമ്പനി എന്ന് പറയുന്നത് ഒരു അനധികൃത കമ്പനിയാണെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഈ തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെയുള്ള പെർമിറ്റ് ഇല്ലാത്ത, അതായത് പെർമിറ്റ് വയലേറ്റ് ചെയ്തിട്ട് വണ്ടികളുമായിട്ടാണ് ഇവിടെ തൊഴിലാളികൾ. അവർ ഇവിടെ താമസിക്കുന്നവരല്ല. ആഴ്ചയിൽ ഇവിടെ നിന്ന് ട്രെയിൻ മാർഗം കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരത്തേക്ക് പോയിട്ട് ഒരാഴ്ച പണിയെടുത്തിട്ട് അവർ പോവുകയാണ്. അവരിവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. അവർക്ക് ഇവിടെ ഓടാനുള്ള യാതൊരു പെർമിറ്റില്ല. കഴിഞ്ഞ ദിവസം ഒരു വണ്ടിക്കാരനെ ഞങ്ങൾ വിളിച്ചെടുത്തിട്ട് അയാൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ കൊല്ലത്തുള്ളതാണെന്ന് പറഞ്ഞു. ഈ കൊല്ലത്തുള്ള വണ്ടിയിൽ ഇവിടെ ഓടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഏതെങ്കിലും ഒരു പാസഞ്ചർ യൂബർ അറ്റാച്ച് ചെയ്ത് കയറി അതിൽ യാത്ര ചെയ്ത് എവിടെയെങ്കിലും വെച്ചൊരു വണ്ടിയായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ 10 പൈസ ക്ലെയിം ഇൻഷുറൻസ് കവറേജ് ആ പാസഞ്ചറിന് ഇല്ല. ഇത് പാസഞ്ചർ അറിയുന്നില്ല. പക്ഷേ ഈ യൂബർ കമ്പനിക്കാർക്ക് ഇത് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് ഇത് ഇവർ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നുള്ളത്. പക്ഷേ ഇവർ ഈ പാസഞ്ചേഴ്സിനെ ചീറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. അപ്പോൾ അതുകൂടാതെ തന്നെ ഈ പരമ്പരാഗതമായിട്ട് ഈ സ്റ്റാൻഡേർഡിൽ ഓടുന്ന ഈ തൊഴിലാളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇപ്പോൾ ഇവിടെ തന്നെ ഇന്ന് കളമശ്ശേരി മുനിസിപ്പൽ ഏരിയയിൽ പെർമിറ്റുള്ള വണ്ടികളാണ്. ഓരോ വണ്ടികൾ ചെക്ക് ചെയ്താലും പെർമിറ്റ് വയലേഷൻ ഒരൊറ്റ വണ്ടിക്കും കാണാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ എടപ്പള്ളി ടോള്, എടപ്പള്ളി അങ്ങനെയുള്ള എല്ലാ വണ്ടികളും പെർമിറ്റ് അടിസ്ഥാനത്തിലാണ് ഓടണം. ഈ യൂബർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ എല്ലാ വണ്ടികളും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ വണ്ടിക്ക് പോലും ഇവിടെ പെർമിറ്റ് ഉണ്ടാവില്ല. ഈ പോകുന്ന യൂബറിന് പ്രത്യേകമായിട്ട് നിയമമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ ഒരു ഫോട്ടോ അവർ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെർമിറ്റ് അല്ലാത്ത വണ്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ ഫോട്ടോ ഇടുക. ആ ഫോട്ടോ എടുത്തിട്ട് നേരെ RTOയുടെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. ആ വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് അടിസ്ഥാനത്തിൽ നമ്മൾ അവരോട് മാന്യമായിട്ട് തന്നെ സംസാരിച്ച് ഇതുപോലെ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത് അവരതേപോലെ തന്നെ പെറ്റിങ് കാര്യങ്ങൾ അടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഹെൽപ്പ് ചോദിച്ചേക്കാണ് RTO അല്ലേ? അതെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യം പറഞ്ഞാൽ അവർ ഇപ്പോൾ ഓട്ടം ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ വർഷങ്ങളായിട്ട് ഓട്ടം ഇല്ലാണ്ടിരിക്കുന്നത്. യൂബർ ഡ്രൈവർമാരും ഓട്ടോ ഡ്രൈവർമാരും തമ്മിലുള്ള പ്രശ്നം ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ തന്നെ നേരിട്ട് ഇടപെടണമെന്നാണ് ഓട്ടോ തൊഴിലാളികളും തൊഴിലാളി സംഘടനാ നേതാക്കളും പറയുന്നത്. ന്യൂസ് 95 കളമശ്ശേരി.